സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ തർക്കം രൂക്ഷമായി. മത്സരിക്കാനില്ലെന്ന് VM സുധീരൻ പറഞ്ഞു. തീരുമാനം സുധീരൻ ഹൈക്കമാൻഡിനെ അറിയിച്ചു. അതേസമയം സോണിയാഗാന്ധി ഉമ്മൻചാണ്ടിയെ കൂടിക്കാഴ്ചയ്ക്കായി വിളിപ്പിച്ചു. 11 മണിക്കാണ് കൂടിക്കാഴ്ച. 12 മണിക്ക് ചെന്നിത്തലയുമായും സോണിയാഗാന്ധി കൂടിക്കാഴ്ച നടത്തും. വിശദാംശങ്ങൾ സന്തോഷ് സർലി നൽകും. സന്തോഷ്, യാതൊരു വിധത്തിലുള്ള സമവായ നീക്കങ്ങളും ഫലം കാണുന്നില്ല എന്നാണോ ദില്ലിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? AI ഗ്രൂപ്പുകൾ ഒരുമിച്ച് സുധീരനെതിരെ നീങ്ങുകയാണോ? ഇനി രാഹുൽ ഗാന്ധി അടക്കം ഇടപെടൽ എത്രത്തോളം കാര്യക്ഷമമായി നടക്കും? സോണിയാഗാന്ധിയെ നേരിട്ട് കാണാൻ പോകുന്നു. എന്തൊക്കെയാണ് ദില്ലിയിൽ നിന്നുള്ള വിശദാംശങ്ങൾ? പ്രജീഷ്, കേരളത്തിലെ സ്ഥാനാർത്ഥി നിർണയം ഒരു തുറന്ന പോരിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് ഇന്നലെ രാഹുൽ ഗാന്ധിയും ഇന്ന് സോണിയാഗാന്ധിയും ഈ വിഷയത്തിൽ ഇടപെട്ടത്. ഇന്ന് 11:30 അടിയന്തര സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം വിളിച്ചിരുന്നു. പക്ഷേ ഇതിനിടയിൽ തന്നെയാണ് സോണിയാഗാന്ധി കേരള നേതാക്കൾക്ക് കൂടിക്കാഴ്ചയ്ക്കുള്ള സമയം അനുവദിച്ചിരിക്കുന്നത്. 10:15 ഉമ്മൻചാണ്ടിക്ക് സമയം നൽകിയിരിക്കുന്നു. അതിനുശേഷം 10:30 ശേഷം രമേശ് ചെന്നിത്തലയും സോണിയാഗാന്ധിയെ കാണും. നിലപാടുകൾ ഇരുവരും അറിയിക്കും. സുധീരൻ എന്തായാലും സോണിയാഗാന്ധിയെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് മുമ്പ് കാണില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമായിരിക്കും VM സുധീരൻ സോണിയാഗാന്ധിയെ കാണുക. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണം എന്ന് ഇന്നലെ രാത്രി നടന്ന തിരക്കിട്ട ചർച്ചകൾക്കിടയിൽ പോലും ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇരുപക്ഷവും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ചില സൂചനകൾ പ്രകാരം 5 സീറ്റുകളായിരുന്നു തർക്കമെങ്കിൽ അത് ചുരുങ്ങി 4 സീറ്റായി മാറിയിരിക്കുന്നു. ഈ 4 സീറ്റുകളിൽ 2 പക്ഷവും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. പ്രത്യേകിച്ച് കോന്നിയിൽ അടൂർ പ്രകാശിനെതിരെ ത്വരിത അന്വേഷണം വന്ന സാഹചര്യത്തിൽ മോഹൻരാജിനെ മത്സരിപ്പിക്കണം മറ്റൊരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കണം എന്ന രീതിയിലുള്ള അഭിപ്രായം വളരെ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഇക്കാര്യത്തിൽ I ഗ്രൂപ്പ് വേണം വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. I ഗ്രൂപ്പ് രമേശ് ചെന്നിത്തല വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും എന്ന് സൂചനയുണ്ട്. A ഗ്രൂപ്പിനാകട്ടെ KC ജോസഫിനെ രക്ഷിക്കണം. ബെന്നി ബെഹനാൻ, KC ജോസഫ്, K ബാബു തുടങ്ങിയവർ രക്ഷിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണുള്ളത്. പക്ഷേ ഇതിൽ VM സുധീരൻ, K ബാബുവോ ബെന്നി ബെഹനാൻ എന്നീ രീതിയിലുള്ള ഒരു തർക്കത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയത് അറിയുന്നു. പക്ഷേ ഇതൊക്കെ അഭ്യൂഹങ്ങളാണ്. ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഇക്കാര്യത്തിൽ ഇനി ഉരുത്തിരിഞ്ഞു വരേണ്ടതുണ്ട്. പക്ഷേ ഇന്നലെ നടന്നതുപോലുള്ള രൂക്ഷമായ വാദപ്രതിവാദങ്ങൾക്കപ്പുറം ഇരുപക്ഷവും ചില വിട്ടുവീഴ്ച ഹൈക്കമാൻഡിന് മുമ്പിൽ ചെയ്യാൻ തയ്യാറാണ്. കാരണം ഹൈക്കമാൻഡ് അങ്ങനെയാണ് ഈ പ്രശ്നത്തിൽ ഇടപെട്ടിരിക്കുന്നതെന്നാണ് അറിയാൻ കഴിയുന്നത്. പകരം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുക. പക്ഷേ ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഇരുവിഭാഗവും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യേണ്ടി വരും. ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിലും ഇതൊരു ധാരണയായില്ലെങ്കിൽ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമിതി തന്നെയായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ഹൈക്കമാൻഡിന് നൽകിയ ചില നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നേതാക്കൾ തെരഞ്ഞെടുപ്പ് സമിതിയിലേക്ക് കടക്കുക എന്നുകൂടി നമുക്കറിയാം. സോണിയാഗാന്ധിയെ കാണുന്ന നേതാക്കൾ, AI ഗ്രൂപ്പ് നേതാക്കൾ പൊതുവികാരം, സുധീരനെതിരായ പൊതുവികാരം സോണിയാഗാന്ധിയെ അറിയിക്കുകയായിരിക്കുമോ ചെയ്യുക? കാരണം ഈ രീതിയിലാണെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഒരു നിലപാടിലേക്ക് ആയിരിക്കുമോ പോവുക? സുധീരനെതിരെ 2 പക്ഷവും ഒരുമിച്ച് തന്നെ വികാരം സോണിയാഗാന്ധിയുമായി പങ്കുവയ്ക്കുമോ? പ്രജീഷ്, സോണിയാഗാന്ധിയുമായുള്ള കൂടിക്കാഴ്ചയുടെ സമയം ലഭിച്ച ഉടൻ തന്നെ AI ഗ്രൂപ്പുകൾ കേരള ഹൗസിൽ തന്നെ വിവിധ മുറികളിലായി അടിയന്തര യോഗം ചേർന്നു. ഗ്രൂപ്പ് യോഗം ചേർന്ന് സോണിയാഗാന്ധിയെ അറിയിക്കേണ്ട കാര്യങ്ങളിൽ ഒരു തീരുമാനം ആക്കിയിരിക്കുകയാണ്. VM സുധീറിന് മുമ്പിൽ മുട്ടുമടക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഇരുപക്ഷവും ചൂണ്ടിക്കാണിക്കുന്നത്. ആരോപണ വിധേയർ എന്ന പേരിൽ ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ മാറ്റുന്നു. ഇത് വ്യക്തിവൈരാഗ്യം തീർക്കലാണ് VM സുധീരൻ്റേത് എന്നുകൂടി AI ഗ്രൂപ്പുകൾ സോണിയാഗാന്ധിയെ കണ്ട് ഇന്ന് അറിയിക്കും. രമേശ് ചെന്നിത്തലയും ഈ ഗ്രൂപ്പ് യോഗത്തിൽ പങ്കെടുത്തു. ഉമ്മൻചാണ്ടിയും MM ഹസൻ, ബെന്നി ബെഹനാൻ എന്നിവരുമായി കൊച്ചിൻ ഹൗസിൽ ഗ്രൂപ്പ് യോഗം ചേരുകയും ചെയ്തു. ഇതിന്റെ ആശയമായിരിക്കും ഇരുവരും മുന്നോട്ട് വയ്ക്കുക. എന്തായാലും VM സുധീരനുള്ള കടുത്ത വിമർശനങ്ങൾ ഇന്നലെ രാഹുൽ ഗാന്ധിക്ക് മുമ്പിൽ എങ്ങനെയാണോ അവതരിപ്പിച്ചത് അത് തന്നെ സോണിയാഗാന്ധിക്ക് മുമ്പിലും അവതരിപ്പിക്കും. ഇരുവരും വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് തന്നെയായിരിക്കും പ്രാഥമിക ഘട്ടത്തിൽ സോണിയാഗാന്ധിയെ അറിയിക്കുക. കാരണം ഒരു തരത്തിലും ഇക്കാര്യത്തിൽ സഹകരിക്കേണ്ടതില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് 2 പക്ഷം. അതാണ് ഒരു തുറന്നു പോലെ കാര്യങ്ങൾ മാറ്റുന്നത്. ഇത് പ്രചരണത്തെയും വിജയത്തെയും ബാധിക്കും എന്നതുകൊണ്ട് കൂടിയാണ് ഹൈക്കമാൻഡ് പോലും കാര്യത്തിൽ ഇടപെട്ടിരിക്കുന്നത് പോലും. അവിടെ ഒരുപക്ഷെ ഒരു സമവായത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇരിക്കൂറിന്റെ കാര്യത്തിലും കോന്നിയുടെ കാര്യത്തിലും ഈ 2 കാര്യത്തിലേക്കുള്ള വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറല്ല എന്ന നിലപാടായിരിക്കുമോ സുധീരൻ സ്വീകരിക്കുക? ബാക്കി തൃക്കാക്കരയും ഒപ്പം AT ജോർജിൻ്റെയും ഒക്കെ ബെന്നി ബെഹനാൻ്റെയും ഒപ്പം മറ്റ് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ചില വിശ്വസ്തരെ ഒഴിവാക്കി അവസാന ഘട്ടത്തിൽ പിടിവള്ളി എന്ന നിലയിൽ ഒരു പക്ഷേ കോന്നിയുടെ കാര്യത്തിലെങ്കിലും വിട്ടുവീഴ്ച ചെയ്യാൻ സാധ്യമല്ല എന്നൊരു നിലപാടിലേക്കായിരിക്കുമോ എത്തുക? KC ജോസഫിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അടൂർ പ്രകാശിൻ്റെ കാര്യത്തിലോ? ഇക്കാര്യത്തിൽ 2 എണ്ണത്തിലും ഒരു സമവായ എന്ന നിലയിൽ
രണ്ടുപേരെ മാറ്റുന്ന ഒരു സാഹചര്യത്തിലേക്കുള്ള കണക്കൂട്ടലുകൾ അതിനൊക്കെയുള്ള ചർച്ചകളും നടക്കുന്നതായും കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് എന്തായാലും രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ മധ്യസ്ഥ ശ്രമത്തിന്റെ ഭാഗമായി വരുമ്പോൾ വിട്ടുവീഴ്ച ഏത് രീതിയിലായിരിക്കും അങ്ങനെയെങ്കിൽ? പ്രജീഷ്, ഇന്നലെ രാത്രിയോടുകൂടി നടന്ന ചർച്ചയ്ക്ക് ശേഷം രണ്ട് ഒത്തുതീർപ്പ് രീതികളാണ് മുന്നോട്ട് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടത്. ഒന്ന്, നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കോന്നിയിൽ അടൂർ പ്രകാശ്, ഇരിക്കൂറിൽ KC ജോസഫ്, ഈ രണ്ടുപേരെയും മാറ്റുക. ഈ രണ്ടുപേർക്ക് പകരം മറ്റു സ്ഥാനാർത്ഥികൾ അതേ ഗ്രൂപ്പിൽ നിന്നുള്ളവർ തന്നെ ആയാൽ പോലും പ്രശ്നമില്ല എന്നാണ് VM സുധീരൻ. മറ്റു രണ്ടുപേർ, ഇത് ഒരു ഒത്തുതീർപ്പാണ്. കാരണം എയുടെ ഐയുടെ ഓരോരുത്തരും ഇത് മാറും. മറ്റൊരു രണ്ടാമത്തെ ഒരു ഒത്തുതീർപ്പ് ഗ്രൂപ്പ് കോൺഗ്രസിനുള്ളിൽ രൂപപ്പെട്ടിരിക്കുന്നത് തൃക്കാക്കരയിൽ ബെന്നി ബെഹനാനും തൃപ്പൂണിത്തുറയിൽ K ബാബുവിനെയും മാറ്റുക എന്നതാണ്. പക്ഷെ ഉമ്മൻചാണ്ടി ഈ രണ്ടുപേരെ ഒരുപോലെ മാറ്റാൻ തയ്യാറല്ല. ഏതെങ്കിലും ഒരാളിനെ മാറ്റാൻ ചിലപ്പോൾ ഒത്തുതീർപ്പിന് തയ്യാറായിരിക്കുന്ന സൂചനകളൊക്കെയുണ്ട്. പക്ഷേ ഇതൊക്കെ ഒത്തുതീർപ്പിന്റെ ഭാഗമായി രമേശ് ചെന്നിത്തല വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരുന്നതാണെങ്കിൽ പോലും ഇത് ഉമ്മൻചാണ്ടിയോ VM സുധീരനോ അടുത്ത വൃത്തങ്ങളാകട്ടെ ഈ രണ്ട് ഒത്തുതീർപ്പ് ഫോർമുലകളും തള്ളിക്കളയുന്നു. മറ്റു മൂന്നാമതൊരു ഒത്തുതീർപ്പ് ഫോർമുല ഇതുവരെ രൂപപ്പെട്ടിട്ടില്ല. അത് ഹൈക്കമാൻഡിൽ നിന്നും ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സോണിയാഗാന്ധിയും കൂടിക്കാഴ്ച, അതിനുശേഷം ഇന്നത്തെ സ്ക്രീനിംഗ് കമ്മിറ്റി യോഗത്തിൽ ഒരു ഒത്തുതീർപ്പ് ഫോർമുല ഈ രണ്ട് രീതിയിൽ നിന്നും വിഭിന്നമായി മറ്റൊന്നുണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അത് പ്രതീക്ഷകൾ മാത്രമാണ്. രണ്ടുപേരുടെ നിലവിലെ സ്റ്റാൻഡ് അനുസരിച്ചാണെങ്കിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാനുള്ള ഒരു സാധ്യതയുമില്ല. കാരണം ഏതെങ്കിലും ഒരു മന്ത്രിമാരെ മാറ്റിയാൽ അത് സ്വയം പരാജയമായി കാണുകയാണ് ഉമ്മൻചാണ്ടി ഇപ്പോൾ. പ്രജീഷ്, സന്തോഷ്, കാര്യങ്ങൾ ഒരുപക്ഷെ അവിടെ സുധീരൻ വയ്ക്കുന്ന നിലപാട്, സുധീരൻ ഇക്കാര്യത്തിൽ ആവശ്യപ്പെടുന്നത് ഒന്നിൽ ആരോപണ വിധേയരായ ആളുകൾ മാറി നിൽക്കുക, 4 തവണയിൽ കൂടുതലായ ആളുകൾ മത്സരിക്കേണ്ടതില്ല. വ്യക്തമായും ഒരു ഗ്രൂപ്പ് രാഷ്ട്രീയം തന്നെയാണോ സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത്? കാരണം ആരോപണ വിധേയർ എന്ന് പറയുമ്പോൾ തന്നെ ഒട്ടേറെ ആളുകളുണ്ട് ആരോപണ വിധേയരായവർ, അവരുടെ ഒന്നും പേരുകൾ പരാമർശിക്കാതെ. ഇപ്പോൾ സന്തോഷിലേക്ക് മടങ്ങിയെത്തപ്പോൾ ഷാഹിദ കമാൽ, കോൺഗ്രസ് നേതാവ്, ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ഷാഹിദ, ഇവിടെ സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ, ഒന്ന്, 4 തവണയിൽ കൂടുതൽ ആളുകൾ തുടർച്ചയായി മത്സരിച്ചവർ മാറി നിൽക്കുക, 2, ആരോപണ വിധേയരായവരെ മത്സരിപ്പിക്കാതിരിക്കുക, യുവാക്കൾക്കും വനിതകൾക്കും അടക്കം കൂടുതൽ പ്രാതിനിധ്യം നൽകുക. സ്വാഭാവികമായും ചിന്തിക്കുമ്പോൾ വാദഗതികൾ യുക്തിപരമാണ്. അതിൽ തട്ടിയുള്ള ചർച്ചകൾ ദില്ലിയിൽ കേന്ദ്രീകരിക്കുമ്പോൾ AI ഗ്രൂപ്പുകൾ സമീപകാലത്തൊന്നും കാണാത്ത വിധം സുധീരനെതിരെ ഒന്നിച്ചു നിൽക്കുന്നു. ഈ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഗുരുതരമല്ലേ? സുധീരൻ മുന്നോട്ട് വയ്ക്കുന്ന വാദഗതികൾ അത് യുക്തിഭദ്രമാണോ? ഷാഹിദ, സ്വാഭാവികമായും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തവണ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടികയിലൊക്കെ കുറച്ച് പുതുമ വരുത്തുകയും അതുപോലെ തന്നെ കുറച്ചുകൂടി കൃത്യതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇവിടെ ഇപ്പോൾ ആരോപണ വിധേയരായിട്ടുള്ളവർ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്ന ബഹുമാന്യനായ ശ്രീ KPC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ വനിതകൾക്കും പുതുമുഖങ്ങൾക്കും ചെറുപ്പക്കാർക്കും അവസരങ്ങൾ കുറഞ്ഞു പോകുന്നു എന്നുള്ള ഒരു വാദഗതികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അഭിപ്രായം സമൂഹത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചപ്പോൾ 16 വനിതകളാണ് മത്സര രംഗത്ത് ഉണ്ടായിരിക്കുന്നത്. 27 സീറ്റിൽ മത്സരിക്കുന്ന CPI പോലും 4 സീറ്റിലേക്ക് വനിതകളെ പരിഗണിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും പൊതുസമൂഹം വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പട്ടികയിലും വനിതകൾക്കും ചെറുപ്പക്കാർക്കും പുതുമുഖങ്ങൾക്കും പ്രാധാന്യം കൊടുക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്ഥിരമായി മത്സരിച്ച് വിജയിക്കുന്ന സീറ്റുകളിൽ പുതുമുഖങ്ങളെയും വനിതകളെയും, സാധാരണയായി നമുക്കറിയാം കഴിഞ്ഞ തവണ 7 മണ്ഡലങ്ങളിലാണ് വനിതകൾ മത്സരിച്ചിരുന്നത്. 7 മണ്ഡലങ്ങളിൽ വയനാട് മാത്രമാണ് വനിതയ്ക്ക് വിജയിക്കാൻ പറ്റിയത്. ബാക്കി മണ്ഡലങ്ങളൊക്കെ തന്നെ വിജയസാധ്യത തീരെ ഇല്ലാത്ത മണ്ഡലങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ വനിതകളെ മത്സരിപ്പിക്കുമ്പോൾ വിജയസാധ്യത കൂടി കണക്കിലെടുക്കണം. അതുപോലെ തന്നെ പുതുമുഖങ്ങൾക്ക്, യുവാക്കൾക്കൊക്കെ അവസരം കൊടുക്കണം. കാരണം ഇത് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിനകത്ത് ഒരു പുതിയ ജനറേഷനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. 10ഉം 25ഉം വർഷമായി സ്ഥിരമായി മത്സരിക്കുന്ന ആളുകൾ മാറിക്കൊടുക്കുകയും പുതുമുഖങ്ങൾക്ക് കൂടി
രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് വേളകളിലും അതുപോലെ തന്നെ നിയമനിർമ്മാണ സഭകളിൽ കൂടി അവരെ എത്തിക്കുകയും അവരെ കൂടി പരിചയസമ്പന്നരാക്കി മാറ്റിയെടുക്കുകയും ചെയ്യേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇവിടെ KPCC പ്രസിഡന്റ് പറയുന്ന വാദഗതികളെ ഹൈക്കമാൻഡ് ഏത് രീതിയിൽ മുകളിലേക്ക് എടുക്കും? കാരണം അവിടെ നോക്കുമ്പോൾ ഹൈക്കമാൻഡും വിജയസാധ്യതയ്ക്ക് തന്നെയായിരിക്കും കൂടുതൽ മുൻഗണന നൽകുക. പ്രത്യേകിച്ച് കോൺഗ്രസിന് എന്തായാലും ഹൈക്കമാൻഡിനടക്കം ഒരു അഭിമാന വിഷയമാണ് കേരളത്തിൽ അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ. മറ്റ് സ്റ്റേറ്റുകൾ നോക്കുമ്പോൾ കേരളത്തിൽ വ്യക്തമായും കോൺഗ്രസിന് മുൻതൂക്കം ലഭിക്കുന്ന ഒരു കണക്കൂട്ടലിലേക്ക് അവർ പോകുന്നു. അതുകൊണ്ട് തന്നെ പ്രാതിനിധ്യം കൂടുതൽ വിജയസാധ്യതയ്ക്കായിരിക്കും ഹൈക്കമാൻഡ് മുൻഗണന നൽകുക. പക്ഷേ അവിടെ ഈ സുധീരൻ വെക്കുന്ന ആ ഒരു പൊതുമാനദണ്ഡം, ആ മാനദണ്ഡം അപ്പാടെ അംഗീകരിക്കാൻ കഴിയുമോ ഹൈക്കമാൻഡിന്? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ആരോപണ വിധേയരെന്ന് പറയുമ്പോൾ ഈ ആരെക്കുറിച്ചും ആർക്കും ആരോപണം ഉന്നയിക്കാം എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അപ്പോൾ ആരോപണ വിധേയരെ മാറ്റി നിർത്തുന്നു എന്നതിലേക്ക് അപ്പുറത്തേക്ക് സ്ഥിരമായി മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്യുന്ന, അല്ലെങ്കിൽ 3, 4, 5 പ്രാവശ്യമായി മത്സരിക്കുന്ന ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കുവാൻ വേണ്ടി ശ്രീ VM സുധീരൻ എടുക്കുന്ന ഒരു നിലപാട്, അതിനോട് പൂർണ്ണമായും യോജിക്കുന്ന ഒരു ആൾ തന്നെയാണ് ഞാനും. അതുകൊണ്ട് നമ്മൾ ആരോപണ വിധേയര് എന്നുള്ള ആ ഒരു വാക്ക് മാറ്റി നിർത്തിക്കൊണ്ട് അത് ഏത് വിഭാഗത്തെ പ്രതിനിധീകരിക്കും? നമുക്കറിയാം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് സമവാക്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതൊന്നും മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല ഞാൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഓരോ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുവാൻ ആ പക്ഷത്തിന്റെ നേതൃത്വം സ്വാഭാവികമായും താല്പര്യം കാണിക്കും. ആ ഒരു താല്പര്യം ശ്രീ ഷാഹിദ കമേൽ, ആ ഒരു താല്പര്യം VM സുധീരൻ കൂടി കാണിക്കുകയാണോ ഈ അവസരം? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത്, ഇവിടെ ഇപ്പോൾ സുധീരൻ പ്രധാനമായും ലക്ഷ്യമിടുന്നത് ഒന്ന് കോന്നി സീറ്റിന്റെ കാര്യത്തിൽ അടൂർ പ്രകാശിന് വ്യക്തമായും ഒരു വിട്ടുവീഴ്ചയ്ക്കും അടൂർ പ്രകാശിന്റെ കാര്യത്തിൽ താനില്ല എന്ന് ഖണ്ഡിച്ച് പറയുന്നു. ഒന്ന് ഇരിക്കൂറിലേക്ക് വരുമ്പോൾ KC ജോസഫിന്റെ കാര്യം, മറ്റൊന്ന് ഉന്നയിക്കുന്നത് തൃപ്പൂണിത്തുറയും ഒപ്പം തൃക്കാക്കരയും AT ജോർജിന്റെ കാര്യം കൂടി വരുന്ന സാഹചര്യം. ഇതൊക്കെ പരിശോധിച്ചാൽ ഉമ്മൻചാണ്ടിയുടെ വളരെ വിശ്വസ്തരായ ആളുകളെയാണ്. മാത്രമല്ല, പല വിഷയങ്ങളിലും കരുണയടക്കമുള്ള മെത്രാങ്കായലടക്കമുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ എതിർ പക്ഷത്ത് നിന്ന് സുധീരൻ്റെ വാക്കുകൾ പോലും മുഖവിലേക്ക് എടുക്കാത്ത അടൂർ പ്രകാശിനെ, ഇതൊക്കെ സ്വാഭാവികമായും ഈ ആരോപണം പറയുമ്പോൾ എല്ലാവരെയും പറയാതെ ചിലരെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് വ്യക്തമായ ഒരു മുൻകരുതലോടുകൂടി സുധീരനും കൂടി ഒരു ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു എന്ന് വിമർശകരടക്കം രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഒരു പക്ഷേ പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാൻ കഴിയുമോ? അല്ല, സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും പല കോണുകളിൽ നിന്നും ഉയർന്നു വരിക പൊതുവെ ഉള്ളൊരു കാര്യമാണ്, പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയ പട്ടിക തയ്യാറാക്കുന്ന ഈ വേളയിൽ. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഒരു തുടർഭരണം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പൊതുസമൂഹമുണ്ട്. അപ്പോൾ ആ സമൂഹത്തിനെ കൂടി തൃപ്തിപ്പെടുത്തത്തക്ക രീതിയിൽ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും KPCC പ്രസിഡന്റിന്റെയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും ഒക്കെ കൂട്ടായ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ തയ്യാറാക്കപ്പെടുമ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാലാകാലങ്ങളിൽ വരുന്ന ഒരു നേതൃത്വം എന്നതിനേക്കാൾ ഉപരി ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുക. നമുക്കറിയാം, ശ്രീ R ശങ്കറൊക്കെ 62 വയസ്സുള്ളപ്പോൾ അവരൊക്കെ പ്രായമായി മാറി നിന്നുകൊണ്ട് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുക്കണമെന്ന് വാദിക്കുകയും അത് നേടിയെടുക്കുകയും ചെയ്ത ആ തലമുറയിൽപ്പെട്ട യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇന്ന് അമരത്തിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വിസ്മരിക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും അന്ന് അവർക്കെതിരെ ശക്തമായി അഭിപ്രായ പ്രകടനം നടത്തുകയും യുവാക്കൾക്ക് അവസരം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിപ്രായ പ്രകടനത്തിലൂടെ അധികാരത്തിലേക്ക് കടന്നു വന്ന ഒരു നേതൃത്വം ഇന്ന് തലപ്പത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും പുതിയ ഒരു തലമുറയെ ഷാഹിദ, ഞാൻ പറഞ്ഞത് ആ ധ്രുവീകരണം എന്ന് പറഞ്ഞത് സ്വാഭാവികമായും സുധീരൻ മുന്നോട്ട് വയ്ക്കുന്നത്, ഒന്ന് ഈ പറയുന്ന മഹിളകൾക്ക് പ്രാധാന്യം നൽകണം, യുവാക്കൾക്ക് അവസരം നൽകണം, ഒന്നിൽ കൂടുതൽ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അവർക്ക് പ്രാതിനിധ്യം നൽകുക. അങ്ങനെ എന്തായാലും ഈ പറയുന്ന പട്ടികയിൽ ഇനി ഒരു പൊളിച്ചെടുത്ത് സാധ്യമല്ല. സിറ്റിംഗ് MLA മാർ കൂടുതൽ പേരും മത്സരിക്കുകയും ചെയ്യും. ആ അവസ്ഥയിൽ ഈ പറഞ്ഞ പലരും, ഈ യുവാക്കളടക്കം വരുന്നു, സ്ത്രീ പ്രാതിനിധ്യം അടക്കമുള്ളവരൊക്കെ ആഗ്രഹിച്ചിരുന്ന ആളുകളൊക്കെ തന്നെ തങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തിയ സുധീരന് പിന്നിലേക്ക് സ്വാഭാവികമായും നിൽക്കാനുള്ള ഒരു സാധ്യത തെളിയില്ലേ? അവിടെ സുധീരന് ഒരു മേൽക്കൈ നേടില്ലേ? അങ്ങനെ ഒരു സാഹചര്യമാണ് ഒരു പക്ഷേ സുധീരനും ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആ അർത്ഥത്തിൽ നിരീക്ഷിച്ചാൽ കാര്യങ്ങൾ ഈ പറയുന്ന രീതിയിലല്ലേ? അല്ല, താങ്കൾ പറഞ്ഞു വെക്കുന്നത് ശ്രീ VM സുധീരന്റെ നേതൃത്വത്തിൽ മൂന്നാമതൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് തോന്നുന്നു താങ്കൾ സംസാരിക്കുന്നത്. തീർച്ചയായും സുധീരന് ഇക്കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഉണ്ട്. ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്.
അല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ ഇതിനെ ഒരു വിശാലമായ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ കാണണം. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, 10, 25 അല്ലെങ്കിൽ 30 വർഷം ഒക്കെ തുടർച്ചയായി ഒരു മണ്ഡലത്തെ കേന്ദ്രീകരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവരൊന്നും മാറിക്കൊടുത്ത് ഒരു പുതിയ ജനറേഷനെ വളർത്തിയെടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം അവർക്ക് കൂടിയുണ്ട്. അതുകൂടി മാത്രമല്ല, നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി പട്ടിക ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. 43 പുതുമുഖങ്ങൾ, 16 വനിതകൾ അടക്കം അവരുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇവരെയൊക്കെ ജനങ്ങളുടെ മുന്നിലേക്ക് മത്സര രംഗത്തേക്ക് കടത്തിവിടുമ്പോൾ മറുവശത്തും അതുപോലെ തന്നെ ശക്തരായ ആളുകളെ, പുതുമുഖങ്ങളെ, വനിതകളെ, പുതിയ മുഖം. കാരണം നമുക്കറിയാം എപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ചെറുപ്പക്കാർ അരാഷ്ട്രവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ക്യാമ്പസുകളിലൊന്നും രാഷ്ട്രീയമില്ലാത്ത അവസ്ഥയിൽ പുതിയ ആളുകൾക്ക്, ആ കാലഘട്ടത്തിലൊക്കെ ക്യാമ്പസുകളിൽ രാഷ്ട്രീയമുണ്ടായിരുന്ന കാലത്ത് KSUM, SFI പോലുള്ള വിദ്യാർത്ഥി സംഘടനകളിലൂടെ പുതിയ ഒരു തലമുറയ്ക്ക് കടന്നു വരുവാൻ അവസരമുണ്ടായിരുന്നു. അതുപോലെ ചെറുപ്പക്കാർക്ക് കടന്നു വരുവാൻ അവസരമുണ്ടായിരുന്നു. ഇന്ന് ചെറുപ്പക്കാരെല്ലാം അരാഷ്ട്രീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് കൂടുതൽ അവസരം കൊടുത്തുകൊണ്ട് മാത്രമാണ് അവരെ രാഷ്ട്രീയ രംഗത്തേക്ക് കൊണ്ടുവരുവാൻ പറ്റുക എന്നുള്ള ഇതെല്ലാം ശ്രീമതി ഷാഹിദ കമാൽ, ഇതെല്ലാം സുധീരൻ ഉന്നയിക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ഇതിനൊന്നും വിശാലാർത്ഥത്തിൽ പിന്തുണ ലഭിക്കാതെ ഗ്രൂപ്പുകൾ ഒരുമിച്ച് നിൽക്കുന്ന സാഹചര്യം ഞാനൊന്ന് ചോദിച്ചോട്ടെ. കാരണം ഇത്രയേറെ KPCC അധ്യക്ഷൻ തന്നെ ആരോപണം ഉന്നയിച്ച പലരുമാണ് ഇനി മത്സരിക്കാൻ പോകുന്നത് പല മണ്ഡലങ്ങളിലും. എന്തായാലും മാറ്റം ഈ ഘട്ടത്തിൽ അനിവാര്യമല്ല. അത് ഒരുപക്ഷെ ഹൈക്കമാൻഡ് പോലും അതിന് ഇങ്ങനെ വലിയൊരു മാറ്റത്തിന് തയ്യാറാകുമില്ല. കൂടിപ്പോയാൽ 1 or 2 മണ്ഡലങ്ങൾ ആ കാര്യത്തിൽ മാത്രം. പക്ഷേ അപ്പോഴും ഫലത്തിൽ KPCC അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ച ആളുകളാണ് ജനമധ്യത്തിലേക്ക് മത്സരത്തിനായി ഇറങ്ങുന്നത്. പൊതുജനം സ്വാഭാവികമായും കാര്യങ്ങൾ വിലയിരുത്താനുള്ള കർമ്മശേഷിയുണ്ട്. അങ്ങനെയെങ്കിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷമടക്കം ഇക്കാര്യങ്ങളെ തുറന്ന് ജനമധ്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോഴും ഗുരുതരമായ വിഷയങ്ങൾ കോൺഗ്രസിനെ ജീർണതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ലേ? KPCC അധ്യക്ഷൻ ആരോപണം ഉന്നയിച്ച ആളുകളാണ് മത്സരിക്കുന്നത്. അത് ഗുരുതരമല്ലേ? അല്ല, തീർച്ചയായിട്ടും അത്തരം ഒരു ചർച്ചയ്ക്ക് വിധേയമാകാതിരിക്കുവാൻ, പൊതുസമൂഹത്തിനിടയിലേക്ക് അത്തരം ചർച്ചകൾ കൊണ്ടെത്തിക്കാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് കുറച്ചാളുകൾ എന്ന് പറയുമ്പോൾ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ആരോപണ വിധേയർ എന്നുള്ള ആ ഒരു ഇതിന്റെ പേരിലല്ല. കാരണം ആർക്കെതിരെയും ആരോപണം ഉന്നയിക്കാൻ പറ്റുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ഇന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് അവരൊക്കെ കുറ്റക്കാരാണ് എന്ന് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട കോടതിയായാലും മറ്റ് സ്ഥാനങ്ങളും അത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്നത് വരെ അവരൊക്കെ ആരോപണ വിധേയരാണ്. പക്ഷെ ആരോപണ വിധേയരായി എന്നതിന്റെ പേരിലല്ല അവരെ മാറ്റി നിർത്തണം എന്ന് ഞങ്ങളൊക്കെ ആവശ്യപ്പെടുന്നത്. അവരെ എന്ന് മാത്രമല്ല, ഇനിയും കുറച്ചു പേര് കൂടി മാറി നിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്. കാരണം ആരോപണ വിധേയർ മാത്രമല്ല, കാരണം പുതിയ ഒരു തലമുറ, അവർക്ക് മുമ്പുണ്ടായിരുന്ന തലമുറ മാറിക്കൊടുത്തത് കൊണ്ടാണ് അവർക്ക് മത്സരിക്കുവാനും MLA-മാരാകുവാനും മന്ത്രിമാരാകുവാനും അവസരം കിട്ടിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അടുത്ത ജനറേഷന് വേണ്ടി മാറിക്കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന ആളുകൾക്ക് മാത്രമല്ല, വീണ്ടും തുടർച്ചയായി മത്സരിച്ചു കൊണ്ടിരിക്കുന്ന മറ്റു കുറച്ച് ആളുകൾ കൂടി. ഞാൻ ഷാഹിദിലേക്ക് വരാം. ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകൻ ജേക്കബ് ജോർജ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജേക്കബ് ജോർജ്, സമമായ സാധ്യതകൾ സോണിയാഗാന്ധി തന്നെ നേരിട്ടിടപെട്ട് ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും പ്രത്യേകം കാണുന്നു. അതിനുശേഷം സുധീരനുമായുള്ള കൂടിക്കാഴ്ച, ദില്ലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമാണോ കാര്യങ്ങൾ? നമ്മൾ പറഞ്ഞതുപോലെ പൊട്ടിത്തെറിയുന്നതിനപ്പുറത്തേക്കുള്ള പദങ്ങൾ പ്രയോഗിക്കേണ്ടി വരുന്ന ഒരു ഘട്ടമാണോ ഇപ്പോഴുള്ളത്? അല്ല, അതിനു മുമ്പ് സജിത കുമാർ പറഞ്ഞ അഭിപ്രായം അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. 1970-കളിൽ അധികാര കേന്ദ്രങ്ങളിൽ കയറിക്കൂടിയപ്പോൾ ഇപ്പോഴും അവിടെ കടഞ്ഞുകൂടി ഇരിക്കുകയാണ്. 1970-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് വയലാർ രവി തെരഞ്ഞെടുക്കപ്പെട്ടത്. 70-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ആന്റണിയും ഉമ്മൻചാണ്ടിയും ഒക്കെ നിയമസഭാംഗങ്ങളായത്. 71-ലെ തെരഞ്ഞെടുപ്പിൽ ആർ ശങ്കറിനെ പുറത്താക്കിയിട്ട് വയലാർ രവി കയറിക്കൂടി. ഇപ്പോഴും രാജ്യസഭാംഗം വയലാർ രവി, PJ കുര്യൻ, AK ആന്റണി ഇവരെയൊക്കെ പുറന്തള്ളി മുന്നോട്ട് വരണം കോൺഗ്രസിലെ യുവാക്കൾ. പക്ഷെ അതിനവർക്ക് കരുത്തുണ്ടോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ വലിയ ചോദ്യം. ഇനിയിപ്പോ നമുക്ക് ഡൽഹിയിലേക്ക് കടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ഒരു അടുത്ത സംഘർഷം നടക്കുകയാണ്. എങ്ങനെ ഇതിനൊരു പരിഹാരം കാണും? ഒരു വശത്ത് VM സുധീരൻ ആദർശത്തിൽ അധിഷ്ഠിതമായ ഒരു നിലപാടുമായി നിൽക്കുന്നു. ഉമ്മൻചാണ്ടി പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ വക്താവായി നിലകൊള്ളുന്നു. രണ്ടുപേർക്കും പറയാനേറെയുണ്ട്. നിലപാടുകൾ, വളരെ ശക്തമായ നിലപാടുകളുണ്ട് രണ്ടുപേർക്കും. ഇവർ തമ്മിലൊരു സമവായം സാധ്യമേ അല്ല. ഇവരിൽ ഒരാൾ മുട്ടുമടക്കേണ്ടി വരും.
ആരാണ് എന്നുള്ളതാണ് കോൺഗ്രസ് നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം. അവിടെ ശ്രീ ജേക്കബ് ജോർജ്, സുധീരൻ ഉന്നയിക്കുന്ന വാദഗതികൾ അത് അംഗീകരിക്കാവുന്ന കാര്യങ്ങളാണ്. കാരണം സതുദ്ദേശപരമായ കാര്യങ്ങൾ ബാക്കിയുള്ള കോൺഗ്രസിലെ യുവാക്കൾക്കോ വനിതകൾക്കോ അല്ലെങ്കിൽ കഷ്ടപ്പെടുന്ന പാർട്ടി പ്രവർത്തകർക്കോ ഒക്കെ തന്നെ അവസരം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ ഹൈക്കമാൻഡിന്റെ മുന്നിലും കാര്യങ്ങൾ പ്രസക്തമാണ്. പക്ഷേ പ്രായോഗിക രാഷ്ട്രീയമാണ് അവിടെ. എയും ഐയും ഒക്കെ ഉന്നയിക്കുന്ന പ്രായോഗിക രാഷ്ട്രീയങ്ങളുണ്ട്. ആ പറയുന്ന പ്രാദേശിക വികാരങ്ങൾ ഒന്നും കാണാതെ ഒന്നും തള്ളിക്കളഞ്ഞുകൊണ്ട് പൂർണ്ണാർത്ഥത്തിൽ സുധീറിന്റെ വാക്കുകൾക്ക് മാത്രം മുഖവിലയ്ക്ക് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഹൈക്കമാൻഡിന് പോലും കഴിയാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെ ഹൈക്കമാൻഡ് ഈ പറയുന്ന സുധീറിന്റെ എല്ലാ വാദഗതികളെയും മുഖവിലയ്ക്ക് എടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ടോ? പ്രായോഗിക രാഷ്ട്രീയമാണ് അവിടെ ഉമ്മൻചാണ്ടി പറയുന്നത്. അല്ല, സുധീരൻ തന്നെ, അതായത് KPCC അധ്യക്ഷനാണ് VM സുധീരൻ. സുധീരൻ പറയുന്നത് ഈ ഗവൺമെന്റ് കൊള്ളക്കാരുടെ ഗവൺമെന്റാണ്, എല്ലാം വിറ്റുമുടിക്കുകയാണ് എന്ന് VM സുധീരൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്തവണ്ണം പരസ്യമായിട്ട് പറയുന്നു. അദ്ദേഹം എഴുതി കൊടുത്ത കുറിപ്പ് അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്കിൽ അദ്ദേഹം തന്നെ പ്രസിദ്ധീകരിക്കുന്നു. ഇതിന് അപ്പുറത്ത് ഉമ്മൻചാണ്ടി പറയുന്നത് ആരോപണങ്ങൾ രാഷ്ട്രീയമാണ്, അതിൽ കഴമ്പില്ല, രാഷ്ട്രീയ നിലപാട് രാഷ്ട്രീയമായിട്ടാണ് അതിന് നേരിടുന്നത്. അതുകൊണ്ട് തന്നെ അതിൽ പ്രതിയാക്കപ്പെട്ടിട്ടുള്ള കുറ്റാരോപിതരായ ആൾക്കാർ ഒരു കാരണവശാലും അവരെ മാറ്റി നിർത്തേണ്ടതില്ല. അവരെ മാറ്റി നിർത്തുകയാണെങ്കിൽ ഞാൻ മാറി നിൽക്കും. അങ്ങനെ ഉമ്മൻചാണ്ടി പറയുന്നത് VM സുധീരൻ പറയുന്നത് അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെ പ്രതിപക്ഷത്തിന് ഒന്നും ചെയ്യേണ്ടതില്ല. VM സുധീരന്റെ വാക്കുകൾ പോസ്റ്ററാക്കി കേരളം മുഴുക്കെ ഒട്ടിച്ചാൽ മതി. അതിൽ കൂടുതൽ പ്രചാരണമുണ്ടോ? പ്രചാരണത്തിന് ഈ ഗവൺമെന്റിനെതിരെയുള്ള UDF-നെതിരെയുള്ള പ്രചാരണത്തിന്റെ കേന്ദ്രബിന്ദു VM സുധീരന്റെ വാക്കുകളും അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പുമാകും എന്ന് പറയുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് ഇവരെ നിലനിൽപ്പില്ല. അതുകൊണ്ട് ഉമ്മൻചാണ്ടി അല്ലെങ്കിൽ VM സുധീരൻ ഇവരിൽ രണ്ടുപേരിൽ ഒരാൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ ഇപ്പോഴത്തെ ഈ സംഘർഷാവസ്ഥയിൽ. ശ്രീ ജേക്കബ് ജോർജ്, താങ്കൾക്ക് കൃത്യമായി ഉള്ള ചില സൂചനകളെങ്കിലും ലഭിച്ചു കാണും. എന്തായിരിക്കും ഒരു സമവായ സാധ്യത? കാരണം ഒരു കോന്നിയിൽ അടൂർ പ്രകാശിനെ മാറ്റുക, ആ മാറ്റിയാൽ കൂടി വിജയം എന്തായാലും സുധീരനിലേക്ക് വരും. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ വിശ്വസ്തരായ ബാബുവിനെയോ അല്ലെങ്കിൽ ബെന്നി ബെഹനാനെയോ ഇരിക്കൂറിൽ KC ജോസഫിനെ എല്ലാവരെയും മാറ്റണം എന്ന വാദഗതി എന്തായാലും അംഗീകരിക്കാൻ പോകുന്നില്ല. അവസാനമായ ഒരു സമവായ നീക്കം എന്ന നിലയിൽ എന്തായിരിക്കും ഒരു പക്ഷേ സംഭവിക്കാനുള്ള സാധ്യത? ഞാൻ ഡൽഹിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. പക്ഷെ ഒരു സാധ്യതയെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. രണ്ട് കടുംപിടുത്തക്കരായ നേതാക്കന്മാരാണ് ഉമ്മൻചാണ്ടിയും VM സുധീരനും. ഉമ്മൻചാണ്ടി തന്റെ കൂടെ നിൽക്കുന്നവരെ എന്ത് ത്യാഗം സഹിച്ചായാലും സംരക്ഷിക്കും. അടൂർ പ്രകാശ് ആണെങ്കിൽ പോലും, അടൂർ പ്രകാശ് അദ്ദേഹത്തിന്റെ മന്ത്രിയാണ്, മന്ത്രിസഭയിലെ അംഗമാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ടത്, അടൂർ പ്രകാശിനെ സംരക്ഷിക്കേണ്ടത് തന്റെ കടമയാണെന്ന് ഉമ്മൻചാണ്ടി വിശ്വസിക്കുന്നു. VM സുധീരൻ KPCC അധ്യക്ഷൻ പറഞ്ഞത് ഇങ്ങനെ ഒരു മന്ത്രി KPCC അനുസരിക്കുന്നില്ലെങ്കിൽ ഞാൻ പാഠം പഠിപ്പിക്കും എന്നാണ്. അങ്ങനെ ഒരു വെല്ലുവിളി അടൂർ പ്രകാശിനെ എതിരെ ഉയർത്തി VM സുധീരൻ ഉയർത്തിയിരിക്കുമ്പോൾ ആ വെല്ലുവിളി തനിക്ക് നേരെയാണെന്ന് വ്യക്തമായിട്ട് അറിയാവുന്ന നേതാവാണ് ഉമ്മൻചാണ്ടി. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും ഉമ്മൻചാണ്ടി തയ്യാറാവുകയില്ല. സുധീരനാണെങ്കിൽ ഈ താൻ എടുത്ത നിലപാട്, അതായത് അടൂർ പ്രകാശ്, K ബാബു, ബെന്നി ബെഹനാൻ, KC ജോസഫ് എന്നിവർ മാറിയേ തീരൂ, ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് പറഞ്ഞ സുധീരൻ ആ നിലപാടിൽ നിന്ന് കടുവിട മാറിയാൽ തീർച്ചയായിട്ടും സുധീരന്റെ പരാജയവും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ അവസാനവുമായിരിക്കും കാണുക. വളരെ നിർണായകമാണ് വരും മണിക്കൂറുകൾ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതിൽ ആര് ജയിക്കും, ആര് തോൽക്കും, തീർച്ചയായിട്ടും അതിന്റെയൊക്കെ അവസാന വാക്ക് ഹൈക്കമാൻഡിനാണ്. ഹൈക്കമാൻഡ് പറയുന്നത് കേൾക്കാൻ അനുസരിക്കുകയാണെങ്കിൽ പോലും ഇതിൽ രണ്ടുപേരിൽ ഒരാൾക്ക് സാരമായ മാരകമായ മുറിവേൽക്കും.